എല്ലാവർക്കും നമസ്കാരം. ഇനി ഒരു 3 മാസം കഴിയുമ്പോൾ കാണാൻ പോകുന്ന ഒരു തോന്നിവാസത്തെക്കുറിച്ച് പറയാം. കേരളത്തിൽ 20 എം പിമാരുള്ളത്. ഞാനൊന്ന് ലിസ്റ്റ് വായിക്കാം. കാസർഗോഡ് രാജ്മോഹൻ ഉണ്ണിത്താൻ, കണ്ണൂർ കെ സുധാകരൻ, വടകര ഷാഫി പറമ്പിൽ, വയനാട് പ്രിയങ്ക ഗാന്ധി, കോഴിക്കോട് എം കെ രാഘവൻ, പൊന്നാനി അബ്ദുൾ സമദ് സമദാനി, മലപ്പുറത്തെ ഇ ടി മുഹമ്മദ് ബഷീർ, പാലക്കാട് വി കെ ശ്രീകണ്ഠൻ, ആലത്തൂർ കെ രാധാകൃഷ്ണൻ, തൃശ്ശൂർ സുരേഷ് ഗോപി, ചാലക്കുടി ബെന്നി ബെഹനാൻ, എറണാകുളം ഹൈബി ഈഡൻ, ഇടുക്കി ഡീൻ കുര്യാക്കോസ്, കോട്ടയത്ത് ഫ്രാൻസിസ് ജോർജ്, ആലപ്പുഴ കെ സി വേണുഗോപാൽ, മാവേലിക്കര കൊടിക്കുന്ന സുരേഷ്, പത്തനംതിട്ട ആൻറ്റോ ആൻ്റണി, കൊല്ലത്ത് എൻ കെ പ്രേമചന്ദ്രൻ, ആറ്റിങ്ങൽ അടൂർ പ്രകാശ്, തിരുവനന്തപുരത്ത് ശശി തരൂര്. 20 പേര്. ഈ 20 പേരിൽ ഞാൻ കണക്കൂട്ടി നോക്കിയിട്ട് മിനിമം 10 പേരെങ്കിലും നിയമസഭയിലോട്ട് മത്സരിക്കും. അതിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ മത്സരിക്കാൻ സാധ്യതയുണ്ട്, കെ സുധാകരൻ ഉറപ്പായിട്ടും മത്സരിക്കും, ഷാഫി പറമ്പിൽ ഉറപ്പായിട്ടും മത്സരിക്കും, ബെന്നി ബെഹനാൻ ഉറപ്പായിട്ടും മത്സരിക്കും, ഹൈബി ഈഡൻ മത്സരിക്കാൻ സാധ്യതയുണ്ട്, ഫ്രാൻസിസ് ജോർജ് മത്സരിക്കാൻ സാധ്യതയുണ്ട്, കെ സി വേണുഗോപാൽ ഉറപ്പായിട്ടും മത്സരിക്കും, കൊടിക്കുന്ന സുരേഷ് മത്സരിക്കാൻ സാധ്യതയുണ്ട്, ആൻറ്റോ ആൻ്റണി മത്സരിക്കും, എൻ കെ പ്രേമചന്ദ്രൻ മത്സരിക്കാൻ സാധ്യതയില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അടൂർ പ്രകാശ് നിശ്ചയമായിട്ടും മത്സരിക്കും. അതായത് 10 പേരിലധികം ഇങ്ങോട്ട് വന്ന് മത്സരിക്കും. ഇവരെന്തുകൊണ്ടാണ് കഴിഞ്ഞ പ്രാവശ്യം എല്ലാം കൂടി ഉത്സാഹിച്ച് അങ്ങോട്ട് മത്സരിച്ചത്? ഇവരോർത്തത് ഇന്ത്യ മുന്നണി കേന്ദ്രം ഭരണം പിടിക്കും, എന്നാൽ ഒരുമിച്ച് തിന്നാവെന്ന് ഓർത്തുകൊണ്ടാണ് ഇവിടെ ഉള്ളവന്മാരെല്ലാം കൂടി അങ്ങോട്ട് മത്സരിച്ചത്. അവിടെ ചെന്ന് ഇനിയിപ്പോൾ പ്രയോജനമൊന്നുമില്ല, ഒരു രക്ഷയില്ലെന്നായി, അവിടെ എല്ലാം തൂത്തുവാരി വെളുപ്പിച്ചു, ഇനി രക്ഷയില്ലെന്നറിഞ്ഞാൽ ഇനി കേരളം കിട്ടുമെന്ന് ഓർത്ത് ഇവന്മാരെല്ലാം കൂടി ഇങ്ങോട്ട് വരും. ഇതിലൊരു 10 പേരെ ഉറപ്പായിട്ടും രാജിവെച്ച് ഈ പ്രാവശ്യം, അല്ലെങ്കിൽ രാജിവെക്കല്ല, ഈ പ്രാവശ്യം ഇവന്മാരുടെ മത്സരിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ വരുമ്പം ഇത് എന്നാ വിഷയം എന്ന് ചോദിച്ചാൽ ചെറുപ്പക്കാർക്കൊന്നും അവസരം കിട്ടുകയില്ല. ഈ മുതുക്കന്മാർ ഒരു കാരണവശാലും ഇറങ്ങിപ്പോകലും ഇവന്മാർക്ക് എന്നാ കിട്ടിയാലും മതിയാകുകയില്ലെന്നുള്ള എല്ലാത്തിനെയും പെയിൻ്റ് അടിച്ച് നിർത്തുന്നതുകൊണ്ട് എല്ലാത്തിനും ഈ 60 വയസ്സിന് മുകളിൽ പ്രായമാണ്. അത് ഷാഫിക്കൊക്കെ ചിലപ്പോൾ കാണുകയുള്ളൂ, ശാലം പ്രായം കുറവ്. ബാക്കി എല്ലാവരും ഇതിനകത്ത് തന്നെ കെ സുധാകരൻ, ഷാഫി പറമ്പിൽ, കെ സി വേണുഗോപാൽ, ഇവർ അടൂർ പ്രകാശ്, ഇവരൊക്കെ മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടി നടക്കുന്നവരാണ്. അടൂർ പ്രകാശ് ചിലപ്പോൾ ഇച്ചിരി പുറകോട്ടായിരിക്കും, ബാക്കി ഇവരെല്ലാവരും തന്നെ മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടി നടക്കുന്നവരാണ്. അപ്പോൾ ഇതുങ്ങളെല്ലാം കൂടെ ഇങ്ങോട്ട് വരും. അപ്പോൾ ഞാൻ കേന്ദ്ര ഗവൺമെൻറ്റിനോടും തിരഞ്ഞെടുപ്പ് കമ്മീഷനോടും ചിന്തിക്കുന്ന മലയാളികളോട് ഞാൻ പറയട്ടെ, അത് കേന്ദ്ര ഗവൺമെൻറ്റിനോടും തിരഞ്ഞെടുപ്പ് കമ്മീഷനോടും പറയാനുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ, ഒരു എം പിക്ക് ഒരു ഇലക്ഷന് ചെലവഴിക്കാൻ നിയമപരമായിട്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അനുവദിക്കുന്ന തുകയെന്ന് പറയുന്നത് 90 ലക്ഷം രൂപയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ ഇവന്മാർ ഓരോരുത്തന്മാരും ഒരു മണ്ഡലത്തിൽ മുടക്കുന്നത് മിനിമം 10 കോടി രൂപയ്ക്ക് മുകളിലാണ്. ഈ പണം ആരുടെയാണ്? മലയാളി ഒന്ന് ചിന്തിക്കണം. ഈ പണം ആരുടെ? ഇവന്മാരുടെ വീട്ടിൽ നിന്ന് കൊണ്ടിരുന്നൊന്നുമല്ല. ഒന്ന്, നമ്മുടെ ആളുകളുടെ കയ്യിൽ നിന്ന് ഈ 3 കോടി 35 ലക്ഷം സാധാരണക്കാരുടെ കയ്യിൽ നിന്നും ഇതിനകത്തുള്ള വ്യവസായികളുടെ കൈകളിൽ നിന്നും അവിഹിത മാർഗത്തിൽ കൂടെ സമ്പാദിക്കുന്നതും പിരിവെടുക്കുന്നതുമായ പണം, ഈ 10 കോടി രൂപയ്ക്ക് മോളി വരുന്ന പണം. 2, സർക്കാർ ഇതിന് എത്ര രൂപ മുടക്കണം? ഒരു പഞ്ചായത്ത് ഇലക്ഷനിൽ സർക്കാരിന് എത്ര രൂപ ചിലവുണ്ടോ? ഒരു ബൂത്തിൽ 1000 പേരുള്ള ഒരു ബൂത്തിൽ 3, 4, 5 ഉദ്യോഗസ്ഥന്മാരുണ്ട്. അതിനുള്ള മിഷണറി ഉണ്ട്, അതിനുള്ള പേപ്പറുകളുണ്ട്, അതിനുള്ള മഷിയുണ്ട്, അതിനുള്ള വാഹന സൗകര്യമുണ്ട്. ഇത് നേരത്തെ എല്ലാം റെഡിയാക്കണം. ബാക്കി ഇതെല്ലാം റെഡിയാക്കി ഒരു പഞ്ചായത്ത് ഇലക്ഷനിലെ ഒരു വാർഡിൽ ഇത്രത്തോളം വരുമെങ്കിൽ എത്ര പഞ്ചായത്ത് കൂടിയാലാണ് ഒരു നിയമസഭാ മണ്ഡലം വരുന്നത്? അതുപോലെ 7 നിയമസഭാ മണ്ഡലങ്ങളുടെ ചേരുന്നതാണ് ഒരു പാർലമെൻറ്റ് മണ്ഡലം. അപ്പോൾ ഇത്രയും ലക്ഷക്കണക്കിനല്ല കോടിക്കണക്കിന് രൂപ മുടക്കി നടത്തുന്ന ഒരു എലക്ഷൻ. അങ്ങനെയാണല്ലോ ഇവന്മാരെല്ലാം എം പിമാരായത്. ഇവരിനി എം പി സ്ഥാനം രാജിവെച്ചിട്ട് ഇങ്ങോട്ട് വന്ന് MLA സ്ഥാനത്തോട്ട് മത്സരിക്കുമ്പം തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് പറയട്ടെ, ഇത് കർശനമായി നിയന്ത്രിക്കണം എന്നല്ല, MLA മാറിയിട്ട് MP ആയിട്ടോ MP മാറിയിട്ട് MLA ആയിട്ടോ മത്സരിക്കുകയും, ഇനി അഥവാ ഇവന്മാരിലെല്ലാം ഇങ്ങോട്ട് വന്ന് മത്സരിച്ച് ഇനിയിപ്പോൾ UDF ഭരണമെന്നും കൂടെ ഒരു ചിന്ത വരുന്നതുകൊണ്ട് ഇവന്മാരെല്ലാം കൂടെ ഇവിടെ വന്ന് മത്സരിച്ച് കഴിയുമ്പം ഇവന്മാർ കുറച്ച് പേരെങ്കിലുമൊക്കെ ജയിക്കും. അല്ല തന്നെ ഇവന്മാരിൽ പ്രഗത്ഭന്മാരൊക്കെ തന്നെ ജയിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ അടുത്ത വീണ്ടും 6 മാസത്തിനുള്ളിൽ അവിടെ ഇലക്ഷൻ വരണ്ടേ, ബൈ ഇലക്ഷൻ. ഈ ബൈ ഇലക്ഷൻ വരുമ്പോൾ എന്തുമാത്രം പൈസയാണ് പിന്നെയും പോകുന്നത്? ഇത് ആരുടെ പൈസയാണ് പോകുന്നത്? അപ്പോൾ ഇവിടെ ഇടതുപക്ഷ ഗവൺമെൻറ് ഭയങ്കരമായിട്ട് ദൂർത്താന്ന് ഇവന്മാർ പറയുമ്പം ഇവന്മാർ ഈ കാണിക്കാൻ പോകുന്നത് ദൂർത്തല്ലേ? ഇത് രാജ്യത്തിൻ്റെ പണമല്ലേ പോകുന്നത്? തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൃത്യമായിട്ട് ഈ വിഷയത്തിൽ ഇടപെട്ടിട്ട് ഒരു എം പിക്ക് ഒരു ഇലക്ഷനിൽ, അവൻ അന്ന് മത്സരിച്ച ഇലക്ഷനിലും ഉണ്ട്, ഇനി അടുത്ത പ്രാവശ്യം വരുന്ന ഇലക്ഷൻ്റെയും കൂടെ പൈസ കെട്ടി വെക്കാത്ത ഒരുത്തനെ, സർക്കാരിനൊരു കണക്കുണ്ടല്ലോ ഇതിനോട് ഇത്ര രൂപ വരുമെന്ന്. ഇത് ചുമ്മാ ഒരുമാതിരി മനുഷ്യനെ കളിയാക്കുന്ന ഇടപാടല്ലേ? ഒരിക്കൽ ജയിപ്പിച്ച് MP ആക്കി വിട്ടു, അവൻ ഉടനെ തന്നെ അവൻ 5 വർഷത്തേന് MP ആകാൻ വേണ്ടി ഇതിനിടയ്ക്കല്ല ചത്തുപോകണം. അങ്ങനെ 5 വർഷത്തേന് MP ആകാൻ വേണ്ടി ജയിച്ചു പോയവൻ അവിടെ ചെന്ന് ഉദ്ദേശിച്ച കൊയ്ത്തില്ലെന്ന് മനസ്സിലായപ്പം അവൻ ഉടനെ അവിടെ നിന്ന് ഇങ്ങോട്ട് പോരുക. നിങ്ങൾ ശ്രദ്ധിച്ചോ, ഈ 20 പേരിൽ 10-11 പേര് ഇവന്മാർ രാജിവെക്കും. രാജിവെക്കലായിരിക്കും, ഇവന്മാർ ഇവിടെ വന്ന് മത്സരിക്കും. എന്നാന്ന് ചോദിച്ചാൽ ഇതിനകത്ത് വേറൊരു കാര്യം കൂടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചെയ്യണം
എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നതും തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് അഭ്യർത്ഥിക്കുന്നതും. അതായത് ഇവന്മാർ മത്സരിക്കുകയാണെങ്കിൽ ഇവന്മാർ ജയിച്ചു വന്ന ഇലക്ഷൻ്റെ ചിലവും ഇനി അവിടെ വരുന്ന ബൈ ഇലക്ഷൻ്റെ ചിലവും ഈ രണ്ട് ചിലവും കേന്ദ്ര ഗവൺമെൻറ് ഇവന്മാരുടെ ഈടാക്കുന്നുണ്ടെങ്കിൽ മാത്രമേ ഇവന്മാരെ ഇപ്പുറത്ത് മത്സരിക്കാൻ സമ്മതിക്കാവൂ. രണ്ട്, മത്സരിക്കുന്നുണ്ടെങ്കിൽ ഇവന്മാരാദ്യമേ ഇവന്മാരുടെ എം പി സ്ഥാനം രാജിവെക്കണം. അതായത് എം പി സ്ഥാനം ഇവിടെ കക്ഷത്തിൽ ഇരിക്കട്ടെ, ജയിച്ച ഒത്തെങ്കിൽ ഇവിടെ എം എൽ എ ആയിക്കഴിഞ്ഞ് നല്ല പൊസിഷൻ കിട്ടുമെന്നുണ്ടെങ്കിൽ എം എൽ എ, അല്ലെങ്കിൽ എം പി. ഇനി ഇവന്മാർക്ക് ഈ എം എൽ എ സ്ഥാനം വേണ്ടെന്നുണ്ടെങ്കിൽ അവസാനം പിന്നെയും ഇവിടെ ഇലക്ഷൻ. ഇതെല്ലാം കൂടെ ജനത്തിൻ്റെ മുഖത്തോട്ടല്ലേ വന്ന് കയറുന്നത്. ഇവിടെ ഒരു മുഖ്യമന്ത്രി കാറ് മേടിച്ചതിന് വരെ ഇവന്മാർ ഇവിടെ തുണിയും പറിച്ചിട്ട് കിടന്ന് ചാടി. മുഖ്യമന്ത്രി കാറ് മേടിക്കാൻ അനുവദിച്ചു, പൈസ അനുവദിച്ചതിന് വരെ ഇവിടെ ഭയങ്കര ആർഭാടമാണ്. അവിടെ മോഹൻലാലിന് അത് കൊടുത്തതിന് ആർഭാടം, ഇതിന് ആർഭാടം, മറ്റേതിന് ആർഭാടം എല്ലാം എന്ന് പറയുമ്പോൾ ഈ കേരളത്തിൽ ഈ 10 എണ്ണം അല്ലെ 10-12 എണ്ണം അവിടെ നിന്ന് ഇങ്ങോട്ട് രാജിവെച്ച് ഇവിടെ വന്ന് മത്സരിച്ച് അതിൻ്റെ പേരിൽ ഭീകരമായ നഷ്ടം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അത് ആർഭാടമല്ലേ? ഇനി പൊതുജനത്തോട് പറയട്ടെ, കേരളത്തിലെ വക്കീലന്മാരോട് പറയട്ടെ, നിങ്ങൾ പൊതുജനത്തിൽ നല്ലൊരു ശതമാനം ആളുകളും ഈ ഒരു വിഷയം ചിന്തിച്ചിട്ട് ഇത് തടയിട്ടേ മതിയാവും. രണ്ട് കാര്യത്തിലാണ് തടയിടേണ്ടത്. ഒന്ന്, ഈ ചെറുപ്പക്കാർക്ക് ഒരിക്കലും അവസരം കൊടുക്കുകയില്ല. ഈ ചെറുപ്പക്കാർക്ക് അവസരം കൊടുക്കാതിരിക്കാൻ വേണ്ടി ഈ മുതുക്കന്മാർ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുകയും ചെയ്യുന്ന പരിപാടി ഇത് തടഞ്ഞേ പറ്റുള്ളൂ. ഇതിന് നിയമപരമായി നിലവിലിപ്പോൾ തടസ്സമില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കേന്ദ്ര ഗവൺമെൻറ് അത് നിയമമാക്കി മാറ്റേണ്ടതിനും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അങ്ങനെ കൈകാര്യം ചെയ്യേണ്ടതിനും പ്രത്യേകമായ എവിടെയൊക്കെ സമ്മർദ്ദം ചെലുത്താമോ അതൊക്കെ ചെലുത്തണം. രണ്ട്, ഈ പ്രാവശ്യം ഇത് ഇങ്ങനത്തെ ഒരു സാഹചര്യം വരുന്നെങ്കിൽ ഇത് കോടതി ചോദ്യം ചെയ്യണം. ഹൈക്കോടതിയിലോ സുപ്രീം കോടതിയിലോ ഇത് ചോദ്യം ചെയ്ത് ഇതിൻ്റെ പേരിൽ വരുന്ന ചെലവ് ഈ കാണിക്കുന്നവന്മാരുടെ കയ്യിൽ നിന്ന് ഈടാക്കണം. ഇതിനുള്ള നിയമ നടപടികൾ ഉണ്ടാവണം. പൊതുജനത്തോട് പറയട്ടെ, ഇങ്ങനെ രാജിവെച്ച് വരുന്നവന്മാരെ ഒരു കാരണവശാലും, കാരണം ജനം എന്തുകൊണ്ടാണ്, ജനം 5 വർഷത്തേന് ഇവരെ ജനപ്രതിനിധിയായി ഒരു എം പി ആയി ജയിപ്പിച്ചു വിട്ടതാണ്. 5 വർഷത്തേന് ജനത്തെ സേവിക്കാം എന്നും പറഞ്ഞുകൊണ്ടാണല്ലോ ഇവർ ജനത്തിൻ്റെ മുമ്പിൽ നിന്നത്. എൻ്റെ സൗകര്യം പോലെ ഞാൻ ചാടുമെന്നും പറഞ്ഞല്ലല്ലോ ഇവരന്ന് ജനത്തിൻ്റെ മുമ്പിൽ നിന്നത്. ഇനി വ്യവസായികളോട് പറയട്ടെ, ഇങ്ങനെയുള്ള കള്ളന്മാർക്ക് ഒരു കാരണവശാലും 5 പൈസ പോലും കൊടുക്കരുത്. വീട്ടിൽ കയറി വരുമ്പോൾ ഇവന്മാരെ അടിച്ചിറക്കി വിടണം. എന്ത് വന്നാലും കൊടുക്കരുത്. എം പി ആകാൻ തീരുമാനിച്ച് അങ്ങോട്ട് പോയവൻ അവിടെ പോയി 5 വർഷം നിൽക്കട്ടെ, അവിടുത്തെ കാര്യങ്ങൾ ചെയ്യട്ടെ. ബാക്കി ചെറുപ്പക്കാർ ധാരാളം ഇവിടെയുണ്ട്. ഈ മുതുക്കനെല്ലാം കൂടെ നെടുനീളം ചത്തുകെട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ എങ്ങനെ ഭരണം നടക്കും? അതുകൊണ്ട് ഇവിടുത്തെ ചെറുപ്പക്കാർ പിള്ളേരെ MLA സ്ഥാനത്തോട്ട് മത്സരിക്കാനുള്ള അവസരം അവർക്കുണ്ടാവട്ടെ. അതുകൊണ്ട് ഈ പ്രാവശ്യം പൊതുജനത്തിനോട്, കേരളം മുഴുവനുള്ള പൊതുജനത്തോട് പറയുന്നു, ഈ എം പിമാരിൽ, നിലവിലുള്ള ഈ എം പിമാരിൽ ഏതെങ്കിലും ഒരുത്തൻ രാജിവെച്ച് നിയമസഭയിലോട്ട് മത്സരിക്കുകയാണെങ്കിൽ അവനെ ടാർഗറ്റ് ചെയ്ത് അവിടെ തോപ്പിക്കണം. ടാർഗറ്റ് ചെയ്ത് തോപ്പിക്കുമ്പോൾ തന്നെ പഴയ പണിക്ക് പൊക്കോളും. തന്നെയല്ല, അങ്ങനെ മത്സരിക്കുന്നവന്മാർക്ക്, കേരളത്തിലെ വ്യവസായികളോട് പറയട്ടെ, അങ്ങനെ മത്സരിക്കുന്നവന്മാർക്ക് 1 രൂപ നിങ്ങൾ കയ്യിൽ നിന്ന് കൊടുക്കരുത്. ജനത്തിനോടും പറയട്ടെ, അങ്ങനെയുള്ളവന്മാർക്ക് 1 രൂപ പിരിവ് കൊടുക്കരുത്. ഇവന്മാർ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് മുടക്കട്ടെ. ചെയ്യുന്നതിനൊക്കെ ഒരു മാന്യത വേണ്ടേ? UDF കാരോട് ചോദിക്കട്ടെ, നിങ്ങളെ ഇത് കാണിക്കുള്ളൂ, കാരണം മറ്റവർക്ക് 1 സീറ്റേ ഉള്ളൂ. സുരേഷ് ഗോപി ഏതൊക്കെയാലും MP സ്ഥാനം രാജിവെച്ച് MLA സ്ഥാനത്ത് മത്സരിക്കാൻ വരികയല്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. LDFന് 1 സീറ്റേ ഉള്ളൂ, അവരും രാജിവെച്ച് വരികയല്ലായിരിക്കും. ബാക്കി 18 സീറ്റ് കിടക്കുന്നത് നിങ്ങളുടെ കയ്യിലാണ്. നിങ്ങളായി ശുദ്ധ പോക്രിത്തരം കാണിക്കുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം. നിങ്ങൾ ഇവിടുന്ന് എല്ലാം കൂടി അധികാരം ഉണ്ടെന്നും കൊണ്ട് അങ്ങോട്ട് പോയി, ഒന്നും നടന്നില്ല. കട്ടയം പടവും മടക്കിയപ്പം ഇനി അവിടുന്ന് എല്ലാം കൂടി ഇങ്ങോട്ട് വരും. സത്യത്തിൽ ജനം മടുത്തു. ഇതുപോലെ രാജ്യത്തിൻ്റെ മേൽ അനാവശ്യ ചെലവുകൾ അടിച്ചേൽപ്പിക്കരുത് എന്ന് നിങ്ങൾക്കൊരു ചെറിയ പക്ഷമെങ്കിലും ബോധമുണ്ടെങ്കിൽ ഈ പ്രാവശ്യം അവിടുന്ന് വന്ന് MP മാരായിട്ട് നിന്നിട്ട് ഇങ്ങോട്ട് വന്ന് മത്സരിക്കാൻ ഉദ്ദേശിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങളോട് പറയട്ടെ, നിങ്ങളത് ചെയ്യരുത്. തന്നെയുമല്ല, ചെറുപ്പക്കാർക്ക് അവസരം കൊടുക്കണം. ചെറുപ്പക്കാർക്ക് അവസരം കൊടുക്കുക. 70 വയസ്സുള്ള ചെറുപ്പക്കാരുടെ കാര്യമല്ല ഞാൻ പറയുന്നത്. മുടിയൊക്കെ ഡൈ ചെയ്ത് നടക്കുന്ന 70 വയസ്സുള്ള ചെറുപ്പക്കാരുടെ കാര്യമല്ല ഞാൻ പറയുന്നത്. ഒരു 30-നും ഒരു 40-നും ഒക്കെ ഇടയ്ക്ക് പ്രായമുള്ള ചെറുപ്പക്കാർക്ക് കൊടുക്കുക. അവർ ഓടി നടന്ന് കാര്യങ്ങൾ നടത്തട്ടെ. അതുകൊണ്ട് ഈ ഒരു കാര്യത്തിൽ പൊതുജനത്തിൻ്റെ ശ്രദ്ധ അടിയന്തിരമായി വേണമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.